ഹലോ ആശ മാഡം, ഞാൻ അഞ്ജനയാണ്. ഹലോ ആശ മാഡം, ഞാൻ മാഡത്തിൻ്റെ ക്ലാസ്സിലൊരു 3 മന്ത്സോളം ഉണ്ടായിരുന്നു. പിന്നെ ടൈമിൻ്റെ വേരിയേഷനൊക്കെ വന്നപ്പോൾ ഞാനിപ്പോൾ ക്ലാസ്സിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ്. പക്ഷേ മാമിൻ്റെ ക്ലാസ്സിൽ നിന്നും എനിക്ക് കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നിയ സ്വിച്ച് വേർഡുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ടൈമിങ്ങൊക്കെ പല പല ടൈമിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ മാഡം പറയുന്ന പോലെ നല്ല പൂർണ്ണ വിശ്വാസത്തോടെ ഇരുന്നുകൊണ്ട് ഞാൻ സ്വിച്ച് വേർഡുകൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ച് വേർഡുകളാകുമ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ടത് എൻ്റെ വൈബ്രേഷൻ കൂട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിൽ മെയിൻലി ആദ്യം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്വിച്ച് വേർഡ് 1176 ആണ്. അപ്പം മാമിൻ്റെ ആ വീഡിയോസൊക്കെ ഞാൻ ആദ്യം ഒത്തിരി വട്ടം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ആശ മാഡത്തിൻ്റെ വീഡിയോസുകളായാലും ക്ലാസ്സുകളായാലും അതിനെനിക്കൊരു പ്രത്യേകത തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, മാം പറയുന്നത് നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിൽ തട്ടിയൊരു വിശ്വാസം ഫീൽ ചെയ്യാറുണ്ട്. എന്നെ ഒത്തിരി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം മാമിൻ്റെ വീഡിയോസ് ചുമ്മാ ഞാൻ വെച്ചിങ്ങനെ കേൾക്കുകയും ചെയ്യും. അങ്ങനെ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു വിശ്വാസം വരികയും പിന്നെ എൻ്റെ ആ ഒരു എനർജി പെട്ടെന്ന് റൈസ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് വേർഡുകളാകുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളെല്ലാ പ്രാക്ടീസുകളും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ടൈമുള്ള സമയത്താണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും വിഷ്വലൈസേഷനൊക്കെ ആണെങ്കിലും അതിന് നമ്മൾ കുറച്ച് ടൈം കണ്ടെത്തി ഇരുന്ന് വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് മിക്കവാറും പറയാറുണ്ട്, ബാക്കിയൊന്നിനും എനിക്ക് സമയം കിട്ടാറില്ല. ഈവൻ മെഡിറ്റേഷന് പോലും അങ്ങനെ ഒരു 2-3 മിനിറ്റൊക്കെ സമയം ഒപ്പിച്ചൊക്കെ ഇരിക്കാറേ ഉള്ളൂ. അപ്പോൾ കൂടുതലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ സ്വിച്ച് വേർഡുകളാണ്. അപ്പോൾ സ്വിച്ച് വേർഡുകൾ അത് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സമാധാനമായിട്ടിരുന്ന് ചെറുതായൊരു മെഡിറ്റേഷൻ എടുത്തതിന് ശേഷമാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. അപ്പം 1176 ഞാനത് തുടങ്ങുന്നത്. അപ്പം 1176 എന്ന് ഇങ്ങനെ ഇരുന്ന് എഴുതി അത് ചാൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ 1176 ഒരു ബുക്കിൻ്റെ ഒരു പേജ് നിറയെ എഴുതാറുണ്ട്. അത് എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുതരികയും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അതെനിക്ക് അതേപോലെ തന്നെ അച്ചട്ടായിട്ട് എനിക്ക് നടത്തി തരികയും ചെയ്യുന്നുണ്ട്. 1176 എനിക്ക് അത്രയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. ശരിക്കും ആ 1176 ആ 4 സംഖ്യകളോടും നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയാണ് നമ്മളത് ചാൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര റിസൾട്ട് കിട്ടും. കാരണം അതൊരു ഏഞ്ചൽ നമ്പർ ആണല്ലോ. അപ്പോൾ ഒരു ഡിവൈൻ എഫക്റ്റ് ഉള്ള ഒരു നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീലിങ്ങോടുകൂടി നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വിശ്വാസത്തോടുകൂടി ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അത് പരിപൂർണമായിട്ടും അതിൻ്റെ എഫക്റ്റ് കിട്ടാറുണ്ട്, അതിൻ്റെ ഫലം കിട്ടാറുണ്ട്. അപ്പോൾ അതിന് ഒത്തിരി നന്ദി. എനിക്ക് സ്വിച്ച് വേർഡുകളെക്കുറിച്ചോ ഈ ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു. അപ്പം മാമിൻ്റെ ക്ലാസ്സുകളിലൂടെയാണ് എനിക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതലും മനസ്സിലായത്. അപ്പം അതിന് ശേഷമാണ് അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈസിയാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, എന്നാൽ വളരെ ഫലപ്രദവുമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആ ഒരു 1176 ചാൻറ്റിങ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ മാമിൻ്റെ വേറൊരു സ്വിച്ച് വേർഡായിരുന്നു സ്പീഡ് വുൾഫ് ബ്രിങ് അമേസിങ് ജാക്ക്പോട്ട് 520. അപ്പം മാമിൻ്റെ ക്ലാസ്സിൽ ഈ സ്വിച്ച് വേർഡുകളെല്ലാം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വളരെ ഡീപ്പായിട്ട് നമ്മൾ നല്ല മൈൻഡ്ഫുൾനെസ് സ്റ്റേജിൽ പോയി ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട് മാമിൻ്റെ ക്ലാസ്സിന്. അപ്പോൾ ആ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ അടിമുടി ടോട്ടലി നമ്മൾ വളരെ ഫ്രീ ആയി നമ്മളൊരു ഡിവൈൻ സ്റ്റേജിലെത്തും. നമ്മൾ ഡിവൈനുമായിട്ടുള്ളൊരു കണക്ഷനിൽ നമ്മൾ വരും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ സ്വിച്ച് വേർഡുകളും അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വളരെ വേറൊരു ഫീലാണത്. അപ്പോൾ അതിന് ഞാൻ മാമിനോട് ഒത്തിരി നന്ദി പറയുകയാണ്. എനിക്ക് അങ്ങനെ കുറച്ച് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാൻ സാധിച്ചതിൽ ഞാൻ മാമിനോട് ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പം ഇപ്പോഴും ഞാൻ മാം പറഞ്ഞ് തന്നിട്ടുള്ള ആ അഫർമേഷൻസും സ്വിച്ച് വേർഡുകളും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സ്പീഡ് വുൾഫ് ബ്രിങ് അമേസിങ് ജാക്ക്പോട്ട് 520 അന്ന് ക്ലാസ്സിൽ കയറിയപ്പോൾ തൊട്ടേ ഞാനത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതും എനിക്കൊരു അമേസിങ് ആയിട്ടുള്ളൊരു ജാക്ക്പോട്ട് പോലത്തെ ഒരു അത്രയും അമേസിങ് ആയിട്ടുള്ളൊരു റിസൾട്ട് എനിക്ക് തരും. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കാം എനിക്കും ഹസ്ബൻഡിനും സാലറി ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എനിക്ക് ഈ വർഷം ഞാൻ UK-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം ഇവിടെ 2 സാലറി ഹൈക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഏപ്രിലിലും ഒന്ന് ഈ കഴിഞ്ഞ മാസങ്ങളിലുമായിരുന്നു. അപ്പോൾ ഏപ്രിലുള്ള സാലറി ഹൈക്ക് ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ ഏപ്രിൽ മന്ത് തൊട്ടുള്ളതും പിന്നെ ഇപ്പോൾ രണ്ടാമത് പ്രഖ്യാപിച്ച സാലറി ഹൈക്കിൻ്റെ അതൊരു ചെറിയൊരു പെർസെൻറ്റേജ് ആണെങ്കിലും അത് എല്ലാം കൂടെ ഉൾപ്പെടെ നമ്മൾക്ക് നവംബർ മന്തിലെ സാലറിയിൽ അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഇതുവരെയും കിട്ടിയിരുന്നതിൽ നിന്നും ഒരു 1000 പൗണ്ട്സും കൂടെ കൂടുതലായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു 1000 പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 1 ലാക്ക് വരുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ അത് അങ്ങനെ ആ ഒരു എന്താ പറയട്ടെ, ഒരു അമേസിങ് ജാക്ക് പോട്ട് എന്ന് തന്നെ പറയാം. ഒരു ഫുൾ എമൗണ്ട് അത്രയും നാളത്തെ കിട്ടാനിരുന്ന പൈസയും എല്ലാം ഒന്നിച്ച് ക്രെഡിറ്റ് ആയപ്പോഴത്തേക്കും നല്ല ഹാപ്പിയാണ്. അത് ആക്ച്വലി നമ്മൾ നല്ല ആവശ്യമായിരുന്നൊരു ടൈമിലാണ് നമ്മുടെ കയ്യിലേക്ക് അത് വന്നു ചേർന്നത്. അപ്പോൾ അതിന് ഞാൻ മാമിൻ്റെ സ്വിച്ച് വേർഡുകളോടാണ് എനിക്ക് അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത്. മാമിനോടും എസ്പെഷ്യലി തീർച്ചയായിട്ടും മാമിനോടും ഉണ്ട്, മാമിൻ്റെ സ്വിച്ച് വേർഡുകളോടും. അപ്പോൾ ആ സ്വിച്ച് വേർഡുകളോടുള്ള വിശ്വാസം എനിക്ക് അത്രയും ഉറപ്പിച്ച് തന്നത് മാമിൻ്റെ വീഡിയോസുകളും മാമിൻ്റെ വാക്കുകളും ഒക്കെയാണ്. വളരെ എന്താ പറയേണ്ടത്, വളരെ ഈ പതിയെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സമാധാനത്തോടുള്ള മാമിൻ്റെ അവതരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനെപ്പോഴും 1-2 വീഡിയോസ് ഇങ്ങനെ ഡെയിലി വെച്ച് കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴെങ്കിലും ഞാനൊന്ന് ഡൗൺ ആവുമെന്ന് കരുതുമ്പോൾ അപ്പോഴേ ഞാൻ ആശ മാമിൻ്റെ വീഡിയോ ആണ് കാണുന്നത്. എനിക്ക് ഒരു പീസ്ഫുള്ളായിട്ടുള്ള പ്രസൻറ്റേഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഞാനും പിന്നെ മാം പറയാറുണ്ട് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡ് സെറ്റാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്കെല്ലാ ക്രിയേഷനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുന്നതെന്ന്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അത് വളരെ കറക്റ്റാണ്. എനിക്ക് സമാധാനമായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈമാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ട് എന്നിൽ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അതെനിക്ക് ആശ മാമിൻ്റെ വീഡിയോസിലൂടെ എനിക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെയൊക്കെ വിചാരിച്ചിട്ടുള്ളത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് സ്റ്റേജിലായിരിക്കണം എപ്പോഴും, അങ്ങനെ ഒരു തെറ്റായ ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് വരുത്തുകയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്നിട്ട് കഷ്ടപ്പെട്ടൊക്കെ എക്സൈറ്റഡ് സ്റ്റേജിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ശരി തന്നെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഒരു ഫീലിങ്ങിൽ നമ്മൾ എത്തുന്നുണ്ടോ. പക്ഷേ അതൊരിക്കലും എനിക്കൊരു എക്സൈറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലോട്ട് തന്നെ കൊണ്ടെത്തിക്കത്തില്ല. ഞാൻ വളരെ നല്ലൊരു മനോഭാവത്തിലെത്തും. പക്ഷേ അതാണ് ഈ ഉദ്ദേശിക്കുന്ന പോസിറ്റിവിറ്റി എന്നൊക്കെ എനിക്ക് അന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് സ്റ്റേജിലാകാനും അതിനൊക്കെ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ അതൊക്കെ പിന്നെ ഞാൻ അവസാനം അങ്ങ് മടുക്കും, നിർത്തിയിട്ട് പോവും. പിന്നെ ഞാൻ വിചാരിക്കും അയ്യോ ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടത്തില്ലല്ലോ, അല്ലെ ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് വർക്കാകത്തില്ലല്ലോ എന്നൊക്കെയുള്ള ഒത്തിരി തെറ്റായ മിഥ്യാധാരണകളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഒരു 1-2 വർഷക്കാലം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതന്നെ എങ്ങും എത്തിക്കുന്നില്ല. എനിക്കങ്ങനെ മനഃപൂർവ്വമായിട്ട് എക്സൈറ്റ്മെൻറ്റിലോട്ട് എത്തിയിട്ട് എനിക്ക് കാര്യമില്ല. അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു മനോഭാവം സമാധാനം നിറഞ്ഞതാണ്, അല്ലെങ്കിൽ സമാധാനമായിരിക്കുക എന്നുള്ളതാണ് ആ ഒരു പോസിറ്റിവിറ്റി എന്നത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത് തന്നെ എനിക്ക് നമ്മുടെ ആശ മാമിൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്കത് കേൾക്കാൻ സാധിച്ചപ്പോൾ എനിക്കൊരു സമാധാനമായി. പിന്നെ മാമിൻ്റെ മെഡിറ്റേഷനൊക്കെ എന്ന് വെച്ചാൽ വളരെ വളരെ പീസ്ഫുള്ളാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതുവരെ ആരെങ്കിലും മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. മാമിൻ്റെ ഈ 1-2 സ്വിച്ച് വേർഡുകൾ മാത്രമല്ല, ലോട്ട്സ് ഓഫ് സ്വിച്ച് വേർഡ്സ് ആർ ദെയർ. അതിൽ നമ്മുടെ റിലേഷൻഷിപ്പിനും ഹെൽത്തിനും മണിക്ക് വേണ്ടി തന്നെ ഒത്തിരി സ്വിച്ച് വേർഡുകൾ മാമ ഒരു ക്ലാസ്സിൽ നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ജസ്റ്റ് ചാൻറ്റിങ് ആണ്. പക്ഷെ നമ്മൾ അപ്പോഴത്തേക്കും വേറൊരു ലോകത്തിലെത്തുന്ന പോലെ ഫീൽ ചെയ്യും. അതിനോടുള്ള വിശ്വാസം നമുക്ക് അത്രയും ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലത് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് മാം പറയുന്ന പോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഇന്ന് ചാൻറ്റ് ചെയ്ത് നാളെ കിട്ടും, അല്ലെങ്കിൽ നാളെ ചാൻറ്റ് ചെയ്ത് നെക്സ്റ്റ് വീക്ക് കിട്ടും, നെക്സ്റ്റ് മന്ത് കിട്ടുമെന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഇതായിട്ടുള്ള മാറ്റങ്ങൾ വരാം. അല്ലാതെ ഇന്നത് എനിക്ക് വേണം, എനിക്ക് ഇന്നത് അടുത്ത ആഴ്ച കിട്ടണം എന്നും പറഞ്ഞ് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ നമുക്ക് റെസിസ്റ്റൻസ് വരാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിതിലൂടെ എല്ലാം കടന്നു പോയൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ അതെല്ലാം വിട്ട് സമാധാനമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
സമാധാനപൂർണ്ണമായിട്ടിരുന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളിലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങിയത്. അപ്പം അതിന് മാമിൻ്റെ ക്ലാസ്സിനോടും സ്വിച്ച് വേർഡുകളോടും മാമിനോടും പ്രപഞ്ചശക്തിയോടും എൻ്റെ മനസ്സിൽ നിന്ന് ഒത്തിരി 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 നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്.